Hello all, welcome to day 2 of 10 days ROS challenge. അപ്പോൾ ഇന്ന് നമ്മൾ റോസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ മാം? അതെ, റോസ് 1-നും 2-നും രണ്ട് വേർഷൻസിനും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോർ കോൺസെപ്റ്റ്സ് മാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാക്കേജസ്. ഒരു പാക്കേജ് ബിൽഡ് ചെയ്തു, റൺ ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പാക്കേജ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാക്കേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓർഗനൈസിങ് യൂണിറ്റ് ആണ് നമ്മുടെ റോസിൽ. നമുക്കൊരു ടാസ്കിന് അല്ലെങ്കിൽ ഒരു റോബോട്ട് മേക്ക് ചെയ്യാനാണെങ്കിലും അതിന്റെ A to Z കാര്യങ്ങൾ, അതിന്റെ നോട്ട്സ്, ഡിപ്പെൻഡൻസീസ്, ലൈബ്രറീസ്, അതിന്റെ ഡിസൈനിങ് പാർട്ട് പോലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പാക്കേജസ്. അതാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. സോ മാം പറയുന്നത് റോസിന്റെ ഒരു ഹാർട്ട് ആൻഡ് സോൾ ആണ് പാക്കേജ് എന്നല്ലേ? സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജസ് ഉണ്ടോ റോസിൽ? ആക്ച്വലി സ്പീക്കിംഗ്, റോസ് 1-ല് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാക്കേജസ് ഇല്ല. നമ്മൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഇന്നിപ്പോ റോസിന്റെ ലാംഗ്വേജസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് C++ഉം പൈത്തണും. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് C++ലായിക്കോട്ടെ പൈത്തണിലായിക്കോട്ടെ നമുക്ക് നോട്ട്സ് ബിൽഡ് ചെയ്യാം. പക്ഷേ റോസ് 2-ലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി രണ്ട് ബിൽഡ് ടൈപ്പ് ആണ് പാക്കേജസിനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് C++ലാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു CMake എന്നുള്ളൊരു പാക്കേജ് ബിൽഡ് ടൈപ്പും, പൈത്തണിലാണെങ്കിൽ പൈത്തൺ ബിൽഡ് ടൈപ്പും ആണ് പാക്കേജസിൽ വരുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ പാക്കേജസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഇനി ഈ പാക്കേജസ് എവിടെയാണ് നമ്മൾ മേക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാലോ? പാക്കേജസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഒരു വർക്ക് സ്പേസിലാണ്. ഈ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫോൾഡർ തന്നെയാണ്. ഈ മാം പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ യൂണിറ്റ് ആയി പാക്കേജസിനെ പ്ലേസ് ചെയ്യുന്ന ഒരു ഫോൾഡർ. അതിലായിരിക്കും ഒരുപാട് പാക്കേജസ്, നമ്മുടെ റോബോട്ടിന് ഉണ്ടാക്കേണ്ട ഫയൽസ്, കോഡ്സ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വർക്ക് സ്പേസിന്റെ അണ്ടറിലായിരിക്കും. അപ്പൊ നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് വർക്ക് സ്പേസ് ഉണ്ട്. കൂടുതൽ നമ്മൾ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഒരു അണ്ടർലേ വർക്ക് സ്പേസും ഉണ്ട്, ഒരു ഓവർലേ വർക്ക് സ്പേസും ഉണ്ട്. സോ അണ്ടർലേ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള, ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ്. അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അതിനുള്ള പാക്കേജസ് നമുക്ക് യൂസ് ചെയ്യാം. വേറെ ഓവർലേ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കസ്റ്റം ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഞാൻ പറഞ്ഞ പോലെ പാക്കേജസ് എവിടെയാണ് മേക്ക് ചെയ്യുന്നത്? അത് വർക്ക് സ്പേസിലാണ് മേക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ പാക്കേജസ് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് സ്പേസ് എന്താണെന്ന് പറഞ്ഞാൽ പാക്കേജ് പറഞ്ഞു പോയപ്പോ ഞാൻ മെൻഷൻ ചെയ്തൊരു ടേം ആണ് നോട്ട്. പാക്കേജ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് നോട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും റോബോട്ട്സിനെ കുറിച്ച് അറിയാം. നമ്മൾ റോബോട്ടിലേക്ക് എടുക്കുമ്പോൾ പലതരം സെൻസേഴ്സ്, പിന്നെ ഒരു വീൽഡ് റോബോട്ട് ആയിക്കോട്ടെ, ഒരു 2-3 വീൽസ് ഒക്കെ കാണും. ഇത് തന്നെ നമുക്ക് ഓരോ നോഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ എടുക്കാന്ന് വെച്ചോ, ഒരു റോബോട്ടിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യണം. അത് തന്നെ ഒരു നോഡായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്താ, നമുക്ക് ആ ടെമ്പറേച്ചർ റീഡിങ്സ് കിട്ടും. ഇനിയിപ്പോ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ലൈവ് ഡേറ്റ കിട്ടും. അത് തന്നെ നമുക്കൊരു നോഡാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിക്കാണും. നോട്ട്സിന് ബേസിക്കലി പറയുന്നത് കമ്പ്യൂട്ടേഷൻ ബ്ലോക്സ് ആണ്. നമ്മൾ എന്ത് ടാസ്കിനാണോ ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താ നമ്മൾ സ്ക്രിപ്റ്റിങ്ങിലൂടെ ഈ ഒരു നോട്ട്സ് മേക്ക് ചെയ്യും. അതായിരിക്കും എല്ലാ എക്സിക്യൂഷനും കമ്പ്യൂട്ടേഷനും ചെയ്യുക. അതാണ് ബേസിക്കലി ഒരു നോഡ് എന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ ഞാൻ കുറെ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ക്യാമറ ആക്സസ് അല്ലെങ്കിൽ ക്യാമറ ഡേറ്റ എടുക്കാനായിട്ടൊരു നോഡ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നോഡ്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒബ്സ്റ്റിക്കിളിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോലും ഒരു നോഡ്. ഇതെല്ലാം ഒരു നോഡുകളാണ്. ഇനി ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ ഈ നോട്ട്സ് തമ്മിൽ ഞാൻ പറയാം രണ്ട് നോഡുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മാം പറഞ്ഞതുപോലെ. അപ്പം റോസ് 1-ലും റോസ് 2-ലും രണ്ട് പ്രോട്ടോകോൾസ് വഴിയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റോസ് 1-ലാവട്ടെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ വഴിയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ആ ഒരു പ്രോട്ടോകോളിൽ ഒരു മാസ്റ്റർ ഉണ്ടാവും. ഈ മാസ്റ്ററിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഈ രണ്ട് നോഡുകൾക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറ്റൂ. സോ ഒരു മാസ്റ്ററിന്റെ അനുവാദം നമുക്ക് വേണം. സോ അത് ഡിലേ ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷേ റോസ് 2-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് എന്നൊരു പ്രോട്ടോകോൾ വഴിയാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ രണ്ട് നോഡുകൾക്ക് തമ്മിൽ സംസാരിക്കണമെങ്കിൽ ത്രൂ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് പ്രോട്ടോകോൾ അത് പല വിധത്തിലും സംസാരിക്കാം. അതിൽ ഒരു വിധമാണ് ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഒരു നോഡ്, അതിന്റെ ഡാറ്റ, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ടോപ്പിക്. അപ്പം ഈ ഒരു നോഡ് എന്താ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നു ഈ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക്. വേറൊരു നോഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. എവിടുന്ന്? ഈ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നിന്ന് തന്നെ. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു നോഡ് പബ്ലിഷ് ചെയ്ത ഡാറ്റ ഈ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ വേറൊരു നോഡ് സബ്സ്ക്രൈബ് ചെയ്യും. സോ അവിടെ ഒരു പബ്ലിഷറും വരും, സബ്സ്ക്രൈബറും വരും. സോ ടോപ്പിക് ആണ് ഒരു വിധം. അങ്ങനെ പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അല്ലേ മാം? ഇപ്പൊ ഞങ്ങള് കുറെ കോൺസെപ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞു.
നോഡ്, പാക്കേജ്, ടോപ്പിക്, അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കേട്ടു. ഞങ്ങൾ തന്നെ പറഞ്ഞു ഈ വേർഷനിൽ ഇതിങ്ങനെ, അടുത്ത വേർഷനിൽ ഇങ്ങനെ, എന്നാ സ്റ്റിൽ ഇറ്റ് റിമെയിൻസ് ദ സെയിം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, സ്വാഭാവികമായുള്ളൊരു ഡൗട്ടാ. 1 നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് 2 മേക്ക് ചെയ്തു എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും സാധാരണ വരുന്നൊരു ഡൗട്ടാണ്. എന്തുകൊണ്ടായിരിക്കും 2 ഉണ്ടാക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോസ് 1 ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയതുകൊണ്ടായിരിക്കില്ലേ? യെസ്, ഡിലേ ഒരു റീസൺ തന്നെയാണ്. മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ, നമ്മൾ പറഞ്ഞു റോസ് 1 മാസ്റ്റർ ഉണ്ടെന്ന്. മാസ്റ്റർ ഉള്ളത് ശരിക്കും നല്ലതാണോ അതോ മോശമാണോ? ശരിക്കും മാസ്റ്ററിനോട് അനുവാദം ചോദിച്ചിട്ട് 2 നോഡുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇത്ര സുഖമുള്ള പരിപാടി അല്ലല്ലോ. അല്ല, ഈ മാസ്റ്റർ ഉള്ളതുകൊണ്ട് ഗുണവും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ദോഷവും ഉണ്ട്. മാസ്റ്റർ എന്താ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മാസ്റ്റർ ഷട്ട് ഡൗൺ ആണെങ്കിൽ, അതായത് മാസ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് എൻറ്റയർ ഫ്രെയിം വർക്കിനെ അഫക്ട് ചെയ്യും. എൻറ്റയർ ഫ്രെയിം വർക്ക് അവിടെ വെച്ച് അതിന്റെ പ്രോസസ്സ് സ്റ്റോപ്പ് ആയി പോകും. അതാണ് മാസ്റ്ററെ കൊണ്ടുള്ളൊരു പ്രശ്നം. ഇനിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഈ മാസ്റ്ററെ കൊണ്ട്. സെക്യൂരിറ്റി റീസൺസ് ആണോ? അതെ, സെക്യൂരിറ്റി റീസൺ. നമുക്ക് തന്നെ അറിയാം, മാസ്റ്ററിന്റെ ആക്സസ് കിട്ടിയ സ്ലേവ്സിനെ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും എളുപ്പമായിരിക്കുമല്ലോ. ഈ മാസ്റ്റർ തന്നെ ഒരു നോഡ് തന്നെയാണ്. അപ്പൊ എന്താ, അതിന്റെ കൺട്രോൾ കിട്ടിയാൽ നമുക്ക് എൻറ്റയർ ഫ്രെയിം വർക്ക്, ആ എൻറ്റയർ പ്രോസസ് നമ്മുടെ കൈകളിലാക്കാം. അതൊരു ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ റിയൽ ടൈമിന്റെ ഒരു കാര്യം വരുമ്പോഴോ? യെസ്, റിയൽ ടൈം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ എപ്പോഴും എന്താ, നമ്മൾ റിയൽ ടൈമിനാണ് വാല്യൂ കൊടുക്കുന്നത്. റോസ് 2 ആയിക്കോട്ടെ, റിയൽ ടൈമിന് അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ആണ്. റോസ് 1 മോശമാണെന്നല്ല, പക്ഷേ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. റിയൽ ടൈം സപ്പോർട്ട് റോസ് 2 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് സ്വിച്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു റീസൺ റിയൽ ടൈം ആൻഡ് സെക്യൂരിറ്റി. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് 2 ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇപ്പൊ റോസ് 2 ആണ് മിക്ക ഇൻഡസ്ട്രിയും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യെസ്, അതായത് നമുക്ക് ഇത്ര അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് റോസ് 1 നിന്ന് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. സോ റോസ് 2 തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. റോസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. യെസ്, നമ്മൾ വർക്ക് സ്പേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ പാക്കേജസ്, നോട്ട്സ്, അതുപോലെ തന്നെ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, പ്രോട്ടോകോൾസ്, കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കേട്ട് നോക്കുമ്പോൾ ഇവർക്ക് ടെൻഷൻ ആവുന്നുണ്ടാവല്ലോ. ചെറിയ ടെൻഷനൊക്കെ വരാം, പക്ഷെ നിങ്ങൾ ഒന്നും വെറീഡ് ആവണ്ട. ഇതിന്റെ എല്ലാം ഡീറ്റെയിലിംഗ് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ്. അപ്പൊ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം, എന്നാലും നമുക്ക് കൂടുതൽ ഐഡിയാസ്, കൂടുതൽ നോളജ് റോസിനെ കുറിച്ച് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് റോസിന്റെ ഒരു ഔട്ട്ലൈൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. യെസ്.